അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അപ്പോൾ നമ്മൾ മനോഹരമായ റസാഖശി എന്ന് പറഞ്ഞ ഈ പാഠം തുടങ്ങി. എല്ലാവരും നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗം തുടങ്ങാൻ പോവാം. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് വായിക്കും വേണം, അർത്ഥം വെക്കുകയും വേണം കേട്ടോ. सोनी और टोनी की माँ ने दोनों को अलगनी से खेलते हुए देखा तो जल्दी से उनके पास गई. സോണി ഓർ ടോണിക്ക് മാനെ, സോണിയുടെയും ടോണിയുടെയും ഉമ്മ, ദോനോങ്കോ രണ്ടുപേരെയും അലഗനീസെ, അലഗനീസ പറഞ്ഞാൽ ആ അയൽ കൊണ്ട് അല്ലെങ്കിൽ ആ കയറുകൊണ്ട് കേൽത്തേ ഹുയെ കളിക്കുന്നതായിട്ട്, കേൽത്തേ ഹുയെ കളിക്കുന്നതായിട്ട് ദേക്കാത്തോ കണ്ടപ്പോൾ. ഈ കേൽത്തേ ഹുയെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആന എന്ന് പറഞ്ഞാൽ നമ്മൾ വരുക എന്നാണ്. അപ്പോൾ വരുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ ആത്തേ ഹുയെ വരുന്നതായിട്ട്. പിന്നെ അതേപോലെ തന്നെ കേൽന എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കേൽത്തേ ഹുയെ എന്ന് പറഞ്ഞു. ഇപ്പം ഇനി എന്താ പറയുക, മാർണ അടിക്കുക എന്നാണ്. അപ്പോൾ അത് അടിക്കുന്നതായിട്ട് എന്ന് പറയുമ്പോൾ മാർത്തേ ഹുയെ, അതൊരു പ്രയോഗം കേട്ടോ. ദേക്കുന്ന എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. അപ്പോൾ ദേക്തേ ഹുയെ കണ്ടിട്ട്, അതൊരു പ്രയോഗം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് നല്ല രീതിയിൽ എഴുതി വെച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെ കേൽത്തേ ഹുയെ കളിക്കുന്നതായിട്ട് ദേക്കാത്തോ കണ്ടപ്പോൾ ജൽദീസെ പെട്ടെന്ന് തന്നെ ഉൻകെ പാസ് അവരുടെ അടുത്ത്, ആരുടെ അടുത്ത്, ആ സോണിയുടെയും ടോണിയുടെയും അടുത്തേക്ക് പോയി. അതായത് അവർ രണ്ടുപേരും അപ്പോൾ അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് പോയി. വോ ചാഹത്തി തീ അവൾ ആഗ്രഹിച്ചിരുന്നു. അതായത് ആര്, ആ അമ്മ, അതായത് ടോണിയുടെയും സോണിയുടെയും അമ്മ ആഗ്രഹിച്ചിരുന്നത് എന്തായിരുന്നു? എന്തെന്നാൽ ദോനോക്കി രണ്ടുപേരെയും പിട്ടായി കരെ അടിക്കണമെന്ന്. പിട്ടാന എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നാട്ടോ. രണ്ടുപേരെയും ഈ ഒരു അയലെടുത്ത് കളിക്കുന്നതല്ല അവർ കാണുന്നത്. അപ്പോൾ രണ്ടുപേരെയും വന്നിട്ടൊന്ന് നല്ലോണം അടിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. അച്ചാനക്ക് പെട്ടെന്ന് ഉസ്കെ ദിൽമേ അവളുടെ മനസ്സിൽ കോയി എന്തോ ഒരു ഖിയാൽ ആയ ചിന്ത വന്നു. അതായത് അടിക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന അമ്മ അവരുടെ അടുത്തെത്തിയപ്പോൾ എന്തോ ഒരു ചിന്ത വന്നു. എന്താണ്? ചിന്ത വരികയും അവൾ മുസ്കുറാക്കർ പുഞ്ചിരിച്ചിട്ട് ബോലി പറഞ്ഞു. ബസ് എന്ന് പറഞ്ഞാൽ മാത്രം എന്നാട്ടോ. യൂഹി ഇങ്ങനെ തന്നെ, ഇപ്രകാരം തന്നെ, മസ്ബൂത്തീസെ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയോടെ, റസീക്കോ കയറിനെ, താമേരക്കോ പിടിച്ചു വെക്കൂ, രഖ്നാറ വെക്കുക, പിടിച്ചു വെക്കൂ. അതായത് അമ്മ പറയുന്നത് ഇങ്ങനെ തന്നെ നല്ല ശക്തിയോടെ രണ്ടുപേരും എന്താക്കി, ഈ കയറിനെ പിടിച്ചു വെക്കൂ. താംന എന്ന് പറഞ്ഞാൽ പിടിക്കുക, രഖ്ന എന്ന് പറഞ്ഞാൽ വെക്കുക. അപ്പോൾ താമേരക്കോ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കൂ. അപ്പോൾ രണ്ടുപേരോട് അമ്മ അടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവരുടെ അടുത്തെത്തിയപ്പോൾ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ തന്നെ, ബസ് യൂഹി ഇങ്ങനെ തന്നെ, മസ്ബൂത്തീസ് ശക്തിയോടെ, റസീക്കോ കയറിനെ, താമേരക്കോ പിടിച്ചു വെക്കൂ. അങ്ങനെ ആ രണ്ടുപേരും പിടിച്ചു വെച്ചിട്ടോ. സോണി ഓർ ടോണി ഹൈറാൻത്തെ, സോണിക്കും ടോണിക്കും എന്തോ ഒരു വെപ്രാളമുണ്ടായിരുന്നു. വെപ്രാളം, അത്ഭുതം, പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തെന്നാൽ ദേക്കേ കാണാം, എന്തെന്നാൽ അബ് മാ ക്യാ കർത്തി ഹേ, ഇപ്പോൾ അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, മാ അമ്മ ക്യാ കർത്തി ഹേ എന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കാണേണ്ടി വരും. എന്തോ ഉദ്ദേശമുണ്ട് അമ്മക്ക്. മാ എന്നിട്ടോ അമ്മ ജൽദീസെ പെട്ടെന്ന് തന്നെ, ദുലേ ഹുയെ, ദുലേ എന്ന് പറഞ്ഞാൽ ദുൽന എന്ന് പറഞ്ഞാൽ എന്താണ്, അലക്കുക എന്നാണ്. അപ്പോൾ ദുലേ ഹുയെ അലക്കിയ, സബ് കപ്പടെ എല്ലാ വസ്ത്രങ്ങളും, ഉഠാലായി ഉയർത്തിയെടുത്തു, അതായത് കയ്യിൽ ഉയർത്തിയെടുത്തു. ഉയർത്തിയെടുത്തു എന്നല്ല, ഉയർത്തി കൊണ്ടുവരിക. ലാന പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാട്ടോ. ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക, ലാന പറഞ്ഞാൽ കൊണ്ടുവരിക. അപ്പോൾ എല്ലാ വസ്ത്രങ്ങളും ഉയർത്തി കൊണ്ടുവന്നു. എന്നിട്ടോ ഏക് കർക്കെ ഓരോന്നായിട്ട്, കർക്കെ ആയിട്ട്, അപ്പോൾ ഓരോന്നായിട്ട്, അലഗനീപ്പർ അയലിൻ്റെ മേൽ, ലഡ്ഖാനേ ലഗി തൂക്കാൻ തുടങ്ങി. ലഡ്ഖാന പറഞ്ഞാൽ തൂക്കുക, അതായത് ഇങ്ങനെ തൂക്കിയിടൂല നമ്മൾ, അതിനാണ് ലഡ്ഖാന അറിയുക. അപ്പം ലഡ്ഖാനേ ലഗി തൂക്കാൻ തുടങ്ങി. ആന എന്ന് പറഞ്ഞാൽ വരുക, ആനേ ലഗി വരാൻ തുടങ്ങി. ജാന എന്ന് പറഞ്ഞാൽ പോകുക, ജാനേ ലഗി പോകാൻ തുടങ്ങി. മാർണ പറഞ്ഞാൽ അടിക്കുക, മാർണേ ലഗി അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രയോഗം. ഇത് നിങ്ങൾ എന്താക്കണം, നല്ല കട്ടി കൂട്ടിയിട്ട് ഒരു ഭാഗത്ത് എഴുതി വെക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, കളിക്കുന്നതായിട്ട്, വരുന്നതായിട്ട്, പോകുന്നതായിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ എന്താക്കണം, ഇതും നിങ്ങൾ എന്താക്കണം, എഴുതി വെക്കണം. പോവാൻ തുടങ്ങി,
പറയാൻ തുടങ്ങി. പറയുക എന്നുള്ളതിന് എന്താണ് പറയുക? കഹിന ചോദിക്കുക. പറയുന്ന എന്നല്ല ബോൽന പറയുക എന്ന് പറയും. അപ്പം ബോൽനേ ലഗി പറയാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടോ. ബാക്കി ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ പഠിക്കുക. അപ്പോൾ എല്ലാവരും വായിക്കാനും പഠിക്കണം, അതോടൊപ്പം തന്നെ അർത്ഥം വെക്കാനും പഠിക്കണം. ഓരോ വേർഡുകളും അർത്ഥം വെച്ച് പഠിക്കണം. അസ്സലാമു അലൈക്കും.